ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗായ്സ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോസ് ഒന്നും ചേർക്കാത്ത ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസ്. 30 മിനിറ്റ് കുതിർത്ത് വെച്ച 3 കപ്പ് കൈമ, 4 നാടൻ മുട്ട, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, നെയ്യ്, ഫ്രോസൺ പീസ്. ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ ഇവിടെ 2 എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഒരു വലിയ ക്യാരറ്റ്, ആവശ്യത്തിന് മല്ലിയില. വളരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 10-16 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഫ്രോസൺ പീസ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് സവാള, കൊത്തി അരിഞ്ഞ മല്ലിയില ആവശ്യത്തിന്. ചൂടായ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച 3 കപ്പ് കൈമ അരിയാണ്. അത് ഈ പാനിലേക്ക് ഇടുക. ഇനി നമുക്ക് അരി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ട് അരിയുടെ നിറം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം നമ്മൾ വറുത്തെടുക്കുകയാണ്. എന്നാലേ അരി നമ്മൾ വേവിക്കുമ്പോഴേക്കും ഒട്ടാതിരിക്കുള്ളൂ. നമ്മളിപ്പം അരി നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് അരി മുഴുവനും മുങ്ങിക്കിടക്കണം. ആ ഒരളവാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം വാട്ടർ. ഈ അരി മുഴുവനും മുങ്ങിക്കിടക്കണം. മുങ്ങിക്കിടന്നാലേ അരി വേഗത്തുള്ളൂ. മുഴുവനായിട്ട് അരി വേഗം. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം ഇത് അടച്ച് വയ്ക്കണം. ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ട് അരി ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി നോക്കണം വെന്തിട്ടുണ്ടോ. നമുക്കിത് നോക്കുമ്പോൾ അറിയാം അരി പാകമായോ ഇല്ലയോ എന്നുള്ളത്. ഒരു 80% അരി വെന്താൽ മതി. നമുക്ക് നോക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്. നമ്മൾ നോക്കുമ്പോഴേക്കും പിടിച്ച് നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും അധികം വെന്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ആയോ ഇല്ലേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഫോർക്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഇളക്കണം. നന്നായി ഒന്ന് നല്ല വെന്തിട്ടുണ്ട്. 80%ഓളം വെന്തിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം.
പാത്രത്തിലേക്ക് നമുക്ക് ഈ വേവിച്ച അരി മാറ്റാം. മുഴുവൻ അരി നല്ലോണം സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലോണം അരി ഇതിലോട്ട് ഇടാം. നല്ലോണം എന്നിട്ട് ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കണം. പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. നല്ല സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിൽ വേണം വയ്ക്കാൻ. വേവിച്ചെടുത്ത അരി 30 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കണം. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാം. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക. എണ്ണ നല്ലോണം ചുറ്റിച്ചതിന് ശേഷം മുട്ട പൊട്ടിക്കുക. നാടൻ മുട്ടയാണ്. കുറച്ച് കുറയ്ക്കും. മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നമുക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ചിക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ചൂടാവും. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഈ കൊത്തി അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി. എണ്ണയിൽ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഒരു ചെറിയ ബ്രൗൺ ആയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒന്ന് എണ്ണ മൂത്ത് വരണം. അതായത് ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ആ എണ്ണയിൽ ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. വെളുത്തുള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കണം. ചെറിയ ബ്രൗണായി വന്നു തുടങ്ങി. നമുക്ക് മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ആഡ് ചെയ്യുക. വഴറ്റുക. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് ചെറിയ ബ്രൗണായി കരിഞ്ഞു പോകാൻ പാടില്ല. ഇതേ ഇതിൽ തന്നെ ഒന്നിന് ആഡ് ചെയ്യാം. നല്ലോണം വഴറ്റുക. ഒന്ന് ഹൈ ഫ്ലെയിം തന്നെ ആയിരിക്കണം. മറക്കരുത്. നമുക്കധികം വെന്ത് കുഴയാൻ പാടില്ല. ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസിൽ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒരു കളറ് മാറിയിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും
നമുക്ക് ഫ്രോസൺ പീസ് ആഡ് ചെയ്യാം. 1 കപ്പ് ഫ്രോസൺ പീസാണ്. ഇനി നമുക്കൊന്ന് തീ ഒന്ന് കുറയ്ക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ചെറിയൊരു എരിവ് കിട്ടാനാണ്. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്യണേ. കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ലോ ഫ്ലെയിം ആയിരിക്കണം നമ്മൾ ഈ പൊടിയെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. ആ ഫ്രോസൺ പീ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തുറക്കാം. ഒന്ന് ജസ്റ്റ് വെന്തിട്ടുണ്ട്. ആഡ് ചെയ്യാം. എന്താണോ കുറവുള്ളത് അതനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രീസറിലിരിക്കുന്ന അരി ഇതിലോട്ട് ഇടുകയാണ്. ഇപ്പം അരി ഫ്രീസറിൽ നിന്ന് എടുത്ത അരിയാണ്. അത് നല്ല ഒട്ടാതെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി ഇതിലോട്ട് ഇടാം. സാധാരണ പീസിലൊരു മധുരമുണ്ട്, അത് കൂടാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മധുരമാണ് സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് എഗ്ഗ് നേരത്തെ ചിക്കി വെച്ചിരുന്ന എഗ്ഗ് നമുക്ക് ഒന്ന് ഇടാം. നേരത്തെ ചിക്കി വെച്ചിരുന്ന എഗ്ഗാണ് അതിലോട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കളർഫുള്ളാണ്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്നിളക്കി. പിന്നെ നമ്മുടെ ലാസ്റ്റ് പെപ്പർ ആഡ് ചെയ്യണം. പെപ്പർ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. അത് ഒന്ന് ഇളക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കറക്റ്റാണ് ഇപ്പോൾ എനിക്കെല്ലാം. ഇനിയുള്ള ഇൻഗ്രീഡിയൻറ്റ് നെയ്യ്. ഗീ നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 2 സ്പൂണാണ് ഗീ ആഡ് ചെയ്യുന്നത്. ഗീ ആഡ് ചെയ്യണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഗീ ആഡ് ചെയ്തു. ഇനി ഒന്ന് ഇളക്കണം, നല്ലോണം ഇളക്കണം. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കണം. ഫ്രഷ് തന്നെ ആവണം, എന്നാലേ നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ്സും കിട്ടുള്ളൂ, കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ. അത് ലാസ്റ്റ് തന്നെ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്ത്
ആ നമ്മുടെ ഫ്രൈഡ് റൈസ്, എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ദേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസാണ്. നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലത്തെ രുചിക്കൂട്ടുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.